ദുരനുഭവം തുറന്നു പറഞ്ഞ ഹണി റോസിന്റെ പോസ്റ്റിന് താഴെ കമന്റ് ഇട്ടവരിൽ വ്യാജന്മാരുമുണ്ട്. ഇവരെ പൂട്ടാൻ സൈബർ പോലീസിന്റെ സഹായം കൂടി തേടിയിരിക്കുകയാണ്. അതിനാൽ ഒളിഞ്ഞിരുന്ന് കുറ്റകൃത്യം ചെയ്ത മുഴുവൻ ആളുകളും പിടിയിലാകും. ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു? റാഹത്താണോ? കമൻറ്റ് കേട്ടോ. അപ്പം നമ്മുടെ ഹണി റോസ് ഒരു കേസും സംഭവമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ കമൻ്റ് ഇടുന്ന കുറേ നല്ലവന്മാരായിട്ട് കുറേ ആൾക്കാരുണ്ട്. അതിപ്പോൾ ഹണി റോസിന് മാത്രമല്ല, നമ്മൾ വീഡിയോസ് ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് പന്ന ചീത്ത എഴുതി വിടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരൊറ്റ അടിയായിട്ട് ഈ സംഭവത്തിനെ കാണും. എന്താന്ന് വെച്ചാൽ, പെണ്ണുങ്ങളെ എന്തും അങ്ങ് പറയാവുന്നില്ല. ഏതൊരു പെണ്ണും എന്തൊരു വീഡിയോസ് ഇട്ടാലും എന്തെങ്കിലും ഒരു സംഭവം ഇട്ടാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് പന്ന എന്തെങ്കിലും വേർഡ്സ് എഴുതി വെച്ചിട്ട് അങ്ങ് പോകും. എനിക്കുണ്ടായിട്ടുണ്ട്, പല പെണ്ണുങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പെണ്ണുങ്ങളെ തന്നെ അപമാനിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഈ സംഭവത്തിൽ അയാളെ മാത്രമല്ല, ഒരുപാട് പേർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു കാര്യമാണ് കേട്ടോ. അതൊരു ആക്ടറാണ്. ആക്ടറായിട്ട് കൂടി അവരിട്ട ആ പോസ്റ്റിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനത്തെ കമന്റ് ഒക്കെ ഇടുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ ഫേക്ക് ഐ ഡി ആയാലും അല്ലാത്ത ഐ ഡിയിലായാലും കമന്റ് ഇട്ടിട്ട് ചെന്ന് ഒളിച്ചിരിക്കുമ്പോൾ വിചാരിക്കും എനിക്കൊന്നും സംഭവിക്കത്തില്ല. ഇതിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അടി കിട്ടുമെന്ന് ഇതുപോലെ കമന്റ് ഇടുന്നവർ ചിന്തിക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് കമന്റ് ഇട്ടാലും നാളെ ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. പതിയെ 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 അത് സംഭവിക്കും. അപ്പോൾ എല്ലാവന്മാർക്കും അതൊരു കമന്റ് ഇടുന്ന കേട്ടോ, ബാഡ് കമന്റ് ഇടുന്ന കുറേ എണ്ണം ഉണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ ഒരു ബാഡ് കമന്റ് ഒരാൾ ഇട്ടിട്ടുണ്ട്, അത് ഞാൻ ഇതിൻ്റെ കൂടി ചേർക്കുന്നുണ്ട്. അയാളോട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. അയാളുടെ അടുത്ത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു താക്കീതായിട്ട് കൂട്ടുക, എന്തും അങ്ങ് പറയാന്നില്ല. ഓക്കെയാ? അപ്പോൾ ഹണി റോസ് കൊടുത്ത കംപ്ലൈൻറ്റിൽ ഫസ്റ്റ് ആളിനെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് നമുക്ക് കണ്ടാലോ? എന്തായാലും കൊള്ളാം. ഇപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഫോണിൽ പിടിച്ചിരുന്ന് പല വീഡിയോസും പല സംഭവങ്ങളും കാണുമ്പോൾ നമുക്ക് വായി തോന്നുന്നത് അങ്ങ് എഴുതി വയ്ക്കും. ചില ആൾക്കാർ അവർക്ക് അറിയാം എന്താണ് എഴുതേണ്ടതെന്ന്. കുറേ ഫേക്ക് ഐ ഡിയിൽ വന്നിട്ട് ഇങ്ങനെ മോശമായിട്ട് എഴുതുന്നത്, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇതേപോലെ പോലീസ് പോയിട്ട് പൊക്കുന്നത്. എന്തായാലും കൊള്ളാം. 10-30 പേർക്ക് എതിരെ കേസ് പോയിട്ടുണ്ട്. എന്തായാലും പൊളി. അപ്പം അതേ നമുക്കിന്ന് അത് കണ്ടു നോക്കിയല്ലോ. അയാൾ മുഖമൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ പോകുന്ന കേട്ടോ. എന്തായാലും ഷാജി എന്നും എന്താന്ന് പേര്. എന്തായാലും കൊള്ളാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഹണി റോസ് ഇന്നലെയാണ് പേരെടുത്തു പറയാതെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. ഇതിനു താഴെ അശ്ലീല കമന്റ് ഇട്ട കുമ്പളം സ്വദേശിയായ 60-കാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത്. നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. അശ്ലീല കമന്റുകളുമായി അധിക്ഷേപം നടത്തിയ 30 പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത്. ഇവരെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും കൊച്ചി DCP അശ്വതി ജുജി വ്യക്തമാക്കി. നമ്മൾ ഒരു പ്രതിനെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. കൂടുതൽ ഐഡന്റിഫൈ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഉണ്ടാകും. അധിക്ഷേപ കമന്റുകളിട്ട ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ സൈബർ സെൽ പരിശോധിക്കുന്നുണ്ട്. പ്രതികൾക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT വകുപ്പ് എന്നിവയാണ് ചുമത്തിയിരിക്കുന്നത്. ദ്വയാർത്ഥ പ്രയോഗം നടത്തി തന്നെ മനഃപൂർവ്വം അധിക്ഷേപിക്കുന്ന വ്യക്തി അതേ നിലപാട് വീണ്ടും ആവർത്തിച്ചാൽ തുടർ നടപടിയിലേക്ക് പോകുമെന്ന കാര്യവും ഹണി റോസ് ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരുന്നു. മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പ്രതികരണങ്ങളെ സഹതാപത്തോടെയാണ് അവഗണിക്കാറ്. അത് തനിക്ക് പ്രതികരണശേഷി ഇല്ലാത്തതുകൊണ്ടല്ലെന്നും ഹണി റോസ് വ്യക്തമാക്കുകയായിരുന്നു. ദുരനുഭവം തുറന്നു സത്യം പറഞ്ഞ ഹണി റോസ് ഉദ്ഘാടന കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതിന്റെ വീഡിയോസ് ഇടുമ്പോൾ അതിന്റെ അടിയിലൊക്കെ ഒരുപാട് മോശം കമന്റ്സ് ആണ് വരുന്നത്. അവരൊരു സ്ത്രീയല്ലേ. ഇപ്പോ ശരീരത്തിലെ അവയവങ്ങൾ ഇച്ചിരി ഇതായിട്ടുണ്ടെങ്കിൽ അതിനെന്തിനാണ് ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ അപമാനിക്കുന്നത്? എനിക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ.
ഉദ്ഘാടനം, പക്ഷേ അതിൻ്റെതായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചാൽ ഓക്കെ, ആരും ഒന്നും പറയത്തില്ല. പക്ഷെ അവരത് ചെയ്യുന്നത് തെറ്റാണ്. എന്നാലും കമന്റ് ഇടുന്നത് ഒന്ന് എന്താ പറയാ, അത്രയും മോശമായിട്ടുള്ള കമന്റുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക. നമുക്ക് പോയി ഞരമ്പിന്റെ അസുഖമുള്ള ആൾക്കാരോടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയൊന്നും. എന്തായാലും ഇൻസ്റ്റയില് യൂട്യൂബില് അങ്ങനെയൊക്കെ കമന്റ് ഇടുന്നവര് ശ്രദ്ധിക്കുക, അതേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.